നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കാണാൻ മറക്കാതിരിക്കുക. സാമ്പത്തിക തട്ടിപ്പിൽ ആവർത്തിച്ച് ഏർപ്പെടുന്ന കുറ്റം ചുമത്തിയ പ്രായപൂർത്തിയാകാത്ത പ്രതിക്ക് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. അത്തരം പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികൾക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. മിസ്റ്റർ കൗൺസിൽ, അവന്റെ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങൾ അവൻ മനസ്സിലാകട്ടെ. പ്രായപൂർത്തിയാകാത്ത ആളാണെന്ന് വെച്ച് അയാൾക്ക് ആളുകളെ കൊള്ളയടിക്കാനാകുന്നില്ല. വാസ്തവത്തിൽ ഇയാളെ പ്രായപൂർത്തിയാകാത്തയാളായി കണക്കാക്കാൻ പാടില്ല എന്നായിരുന്നു ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് പറഞ്ഞത്. ഇവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ഓരോ തവണയും ഇത്തരക്കാർ പ്രായപൂർത്തിയാകാത്തവരുടെ പേര് രക്ഷപ്പെടുകയാണെന്നും ബെഞ്ച് കൂട്ടിച്ചേർത്തു. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 5 കേസുകളിലൊന്നിൽ 2024 ഡിസംബർ 16 രാജസ്ഥാൻ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് പ്രതി സുപ്രീം കോടതിയെ സമീപിച്ചത്. മറ്റ് 4 കേസുകളും ഇയാൾക്ക് നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ച ബെഞ്ച് 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ വിചാരണ കോടതിയോട് ആവശ്യപ്പെടുകയാണുണ്ടായത്.